നമസ്കാരം. ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് കണ്ട് ടീച്ചർ വഴക്ക് പറഞ്ഞപ്പോൾ ടീച്ചറുടെ മൂക്കിടിച്ച് പരത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് വരുന്നത് മാലിയിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ കൗൺസിലിംഗ് എനിക്ക് സെന്റർ ഉണ്ടായിരുന്ന സമയത്ത് ആ സെന്ററിൽ മൊബൈൽ അഡിക്ഷന് ധാരാളം കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പൊതുവായുള്ള ഒരു വിഷയമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്തൊരു വിഷയമാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഈ വിഷയം പറയാതിരുന്നാൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ രക്ഷിതാക്കളും മറ്റും കഷ്ടപ്പെടുന്നത് നമുക്കറിയാലോ. അതിനൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് 10-18 വയസ്സാകാതെ, പ്രായപൂർത്തിയാകാതെ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. കുട്ടികൾ ടെക്നോളജികൾ അത് കിട്ടേണ്ട സമയത്ത് കിട്ടി പഠിച്ചു വളരണം. നമ്മുടെ സിലബസിലെല്ലാം ഉണ്ട്, മുഴുവനുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ LP സ്കൂളുകളിൽ തന്നെ പാട്ട് മത്സരങ്ങൾ വെക്കാറുണ്ട്, സ്പോർട്സ് വെക്കാറുണ്ട്, അതേപോലെ പടം വരയ്ക്കൽ വെക്കാറുണ്ട്, ഇല്ലേ? ഇതൊക്കെ വെക്കാറുണ്ട്. UP ഹൈസ്കൂൾ തലങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഉപന്യാസ മത്സരങ്ങളുണ്ട്, കവിതാരചന, കഥാരചന, ഇങ്ങനെയൊക്കെ പലതും ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് ഇതൊന്നും അറിയില്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇനി അല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ആർക്കും അറിയില്ല എന്തിനാണെന്ന്. അധ്യാപകർക്ക് പോലും അറിയില്ല എന്തിനാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന്. പാട്ട് മത്സരം വെക്കുന്നത് അവർ നല്ല പാട്ടുകാരെ കണ്ടെത്തി, ആ കലാവാസനയുള്ള ആ മേഖലയിലുള്ളവരെ കണ്ടെത്തി അങ്ങോട്ട് പറഞ്ഞു വിടാനാ. അവർക്ക് ബാക്കിയുള്ള മേഖല ആവശ്യമില്ല. നല്ല ചിത്രകാരന്മാരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് വിദ്യാഭ്യാസത്തിന് ശേഷം അവരെ ആ മേഖലയിലേക്ക് പറഞ്ഞു വിടാനാ. സ്പോർട്സ് നടത്തുന്നത് നല്ല സ്പോർട്സ്മാൻമാരെ കണ്ടെത്തിയിട്ട് അവരെ വെറുതെ എന്തിനാ കെമിസ്ട്രി ഫിസിക്സും പഠിപ്പിക്കുന്നത്? അവരെ അങ്ങോട്ട് പറഞ്ഞു വിടാനാ. അതുപോലെ ഓരോ മേഖലയിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങളും ഇതെല്ലാം വെക്കുന്നത്. ഇവിടെ MA മ്യൂസിക്കിന് ചേരണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിക്ക് 60% മാർക്ക് വേണമെന്ന് പറയുന്ന സിലബസ് ആണ് പ്രശ്നം. ഇത് വലിയൊരു ദുരന്തമാണ്. ആ സിലബസ് ഉണ്ടാക്കി വെച്ച ഇവിടുത്തെ ഭരണകർത്താക്കളും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ നടപ്പിലാക്കി കുട്ടികളുടെ ജീവിതം തൊലച്ചു കളഞ്ഞിട്ട് കുട്ടികളെ കുറ്റം പറയുക. അവർ മൊബൈൽ ഫോൺ അഡിഷൻ ഉണ്ട്, മൊബൈൽ ഫോൺ വേണ്ടാത്ത പോലെ ഉപയോഗിക്കുന്നു എന്നൊക്കെ. സത്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതല്ലേ? അവർ മൊബൈൽ ഫോൺ കാണുന്നത് ആ സമയം മുതൽ അവരെ പറഞ്ഞു കൊടുക്കണം. ചെറിയ പ്രായം മുതൽ നമ്മളൊക്കെ കാണിച്ചു കൊടുക്കുക. ഒരു സമയം ലിമിറ്റ് ചെയ്യുക. ചെറിയ കുട്ടികളാകുമ്പോൾ സമയം ലിമിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. 1 മണിക്കൂർ എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മൾ കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നത് ചൊട്ടയിലെ ശീലം എന്ന് പറയുന്നത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറേ അവർക്ക് വേണ്ടി വരുള്ളൂ. ഇത് ഭക്ഷണം കൊടുക്കാനും നമ്മൾ ഓണാക്കി വെച്ച് കൊടുക്കും. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നേരം കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് കൊടുക്കും. എന്നിട്ട് അവസാനം കുട്ടികളെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യും. ഇതന്നെയല്ലേ സംഭവിക്കുന്നത്? സത്യത്തിൽ ആ കുട്ടികൾക്ക് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മാതൃകയായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കുട്ടികൾക്ക് ഇവിടെയുള്ള സകല സോഷ്യൽ മീഡിയ അക്കൗണ്ട് അവർക്ക് കൊടുക്കണം. നമുക്കൊരു ഇമെയിൽ ID ഉണ്ടാക്കി നമ്മുടെ കോൺടാക്ട് നമ്പറിൽ അവർക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തിട്ട് ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവരെ കൊണ്ട് പോസ്റ്റ് ഇടിക്കണം. എന്നിട്ട് അവരുടെ കുട്ടികൾക്ക് അവരുടെ കൂട്ടുകാർക്ക് അവർ ഷെയർ ചെയ്യണം. അതിൽ നമ്മൾ ലൈക്കും കമന്റും ഇട്ട് കൊടുക്കണം. അതായത് അവരെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, സോഷ്യൽ മീഡിയ എന്തെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിക്കണം. ഭാഷ പഠിക്കുന്നത് എപ്പോഴാണ്? ഒരു കുട്ടി ജനിച്ച ഉടനെ അവർക്ക് ഭാഷ അറിയില്ല. പിന്നീട് നമ്മൾ സംസാരിക്കുന്നവർ കേൾക്കും, കേട്ടിട്ട് മിണ്ടാതിരിക്കും. പിന്നെ 1-2 വാക്കുകൾ പറഞ്ഞു തുടങ്ങും. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ കഴിയില്ല. ഒരു സുപ്രഭാതത്തിൽ അവർ സംസാരിച്ച് തുടങ്ങും. പിന്നെ എല്ലാ വാക്കുകളും അവർക്കറിയാം. ഇങ്ങനെ തന്നെയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മളെ മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും ഒക്കെ അവർ പഠിപ്പിക്കേണ്ടത്. എല്ലാം നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. നമ്മൾ തന്നെ അക്കൗണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അതിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്ത് ആ മൊബൈൽ ഫോൺ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ സിം കണക്ഷൻ കൂടെ എടുത്തിട്ട് കൊടുക്കട്ടെ. അവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവരോട് സംസാരിക്കാനും മറ്റും അല്ലെങ്കിൽ ബന്ധുക്കളോട് സംസാരിക്കാനും വിളിച്ചാൽ കിട്ടുന്നതിനും ഒക്കെ. അതായത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ അവർക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കണം. അത് പഠിപ്പിച്ച ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ പോവില്ല. ചൊട്ടയിലെ ശീലം ചുടലവരെന്നാണ്. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ എന്റെ താഴെ വരാം. ഉണ്ട്. അത് ഫലപ്രദമായിട്ട് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നൊന്നലെ അല്ല, കേരളത്തിൽ മൊബൈൽ ഫോൺ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ മൊബൈൽ ഫോൺ കണക്ഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. BP-യിലായിരുന്നു അന്ന് മുതൽ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ, ചിന്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ, ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. മാറ്റി നിർത്തപ്പെടുമ്പോൾ അതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നും, സ്വാഭാവികം. അങ്ങനെ പോകുമ്പോൾ ശരിയായ വിവരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടാതെ വരുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകും. ആ കിട്ടുന്ന വിവരങ്ങൾ ഒരു പക്ഷേ
തങ്ങളുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അധ്യാപകരോ അവരറിയാത്തതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകും അല്ലേ? പിന്നെ നമ്മളെ മറച്ചുകൊണ്ടായിരിക്കും പോവുക. മറ്റു മറക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് മറക്കേണ്ട ആവശ്യം? എന്ത് നമ്മളോട് ചോദിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരു സുഹൃത്ത് ബന്ധവും കുട്ടികളിലേക്ക് നിലനിർത്തിക്കൊണ്ട് ഈ ഇലക്ട്രോണിക് വസ്തുക്കൾ എന്ത് തന്നെ ആയിരുന്നാലും, മൊബൈൽ ഫോൺ ആയാലും കമ്പ്യൂട്ടർ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് ചെറുപ്പം മുതൽ തറ പറ എഴുതി പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടികളെയും ഈ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരൊന്നും വരില്ല. ഒരു മൊബൈൽ ഫോൺ അഡിക്ഷനും വരില്ല, യാതൊന്നും വരില്ല. ഇത് വസ്തുതയാണ്, സത്യമാണ്. പക്ഷെ നമ്മളത് ചെയ്യാതെ കുട്ടികളെ മൊബൈൽ ഫോൺ അഡിക്ഷനിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് പിന്നെ ഇതേപോലെ വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയെ കുറ്റം പറയുന്നു, ടെക്നോളജിയെ കുറ്റം പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞതൊക്കെ പാരന്റിങ്ങിന്റെ ഭാഗമാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ നമ്പർക്ക് വിളിക്കും, കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടും, ഞാൻ അവിടെ ഒന്ന് പറഞ്ഞുതരാം. ഇതുവരെ 94 മുതൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമ്മൾ കുട്ടികളെ തെറി വിളിക്കുന്നതിന് മുമ്പ്, കുട്ടികളിൽ നിന്ന് മൂക്കിന് ഇടി വാങ്ങുന്നതിന് മുമ്പ് ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Different angles. Don't forget to subscribe and support this channel.